ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഇറച്ചിയോ മീനോ ചിക്കനോ അങ്ങനെ ഒന്നും വേണ്ട, ഒരു പ്ലെയിൻ ബിരിയാണിയാണ്. ഇതൊരു കോമൺ റെസിപ്പിയാണ് കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കുസ്ക റൈസാണിത്. ഇതിന് കുസ്ക റൈസ്, പ്ലെയിൻ ബിരിയാണി അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു റൈസാണ്. നമ്മൾ റംഷി വ്ളോഗ് എന്ന ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൂടെ കറങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ആ ഒരു റൈസാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ പ്രഷർ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രഷർ കുക്കറിലല്ലാതെ വലിയൊരു പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി സൺഫ്ലവർ ഓയിലും പകുതി നെയ്യും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് വന്നാലേ നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് സവാള കടിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയും 2 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ, ചതച്ചെടുത്താൽ മതി. നോക്കൂ, നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നോക്കൂ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അരഞ്ഞു പോകരുത്. ഇനി ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കാട്ടെ ഈ സമയത്ത്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല. പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റിലുള്ള ബിരിയാണി മസാലയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഗരം മസാല. ഇത്രയും പൊടികളാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ. മസാലയൊക്കെ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും. ഇനി ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബിരിയാണി മസാല കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ആണെങ്കിലും സവാള പോലെ തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. നോക്കൂ, ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്താലും മതി കേട്ടോ. നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. കഴുകി ഊറ്റിയെടുത്തതാണ് കേട്ടോ. സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, കഴുകി ഊറ്റി വെച്ചതാണ്. റൈസ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരിക്ക് ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിന്. നിങ്ങൾ പ്രഷർ കുക്കറിലല്ല ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ 6 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിടി മല്ലിയില പുതിനയിലും കൂടെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രഷർ കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോകുന്ന സമയത്താണ് നമ്മളിത് തുറക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സലാഡ് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. നമുക്ക് ഇറച്ചി മീനൊന്നും കിട്ടാത്ത സമയത്ത് ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ് കേട്ടോ.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്